നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനായി വിമാനം താഴ്ന്നു പറന്നപ്പോൾ വീടിന്റെ ഓടുകൾ തകർന്നു വീണു. ഒക്കൽ മാണിക്കത്താൻ MV ജോയിയുടെ വീടിന്റെ മേൽക്കൂരയുടെ ഓടുകളാണ് വീണുപോയത്. 150ഓളം ഓടുകൾ ഇത്തരത്തിൽ നിലത്ത് വീണ് പൊട്ടി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 10,000 രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് വീട്ടുകാർ പറയുകയാണ്. ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടിൽ വന്നു. ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാറ്റും ഇതോടും കൂടി ഞെരിഞ്ഞെരിന്ന് ഓട് ഇറക്കി വിടും. ഞാൻ ആ ഇറച്ചുനിന്നും മിച്ചതിക്ക് ഇറങ്ങാൻ സംബന്ധിക്കും പ്രേനും പോയി എല്ലാ സാധനത്താണ്. കാരണം പ്രയം പോയിരുന്നില്ല, അതിനുമ്പോൾ ഒരു കുഴപ്പമില്ല. വളരെ ശാന്തമായിട്ട് മഴയൊന്നുമില്ല, ഒരു കാറ്റുമില്ലാണ്ട് ചുമ്മാ നല്ല സമയമായിരുന്നു. അർജുൻ മട്ടന്നൂരിനോട് ചോദിക്കാൻ കൂടുതൽ വിവരങ്ങൾ. അർജുൻ, അസ്വാഭാവികമായ ഒരു സംഭവമാണല്ലോ. ഇതിനു മുമ്പ് ആ പ്രദേശത്ത് ഏതെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇന്നെന്താണ് ഉണ്ടായത്? ഷിഹാസ, ഇന്നലെ ഏതാണ്ട് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള വിമാനങ്ങൾ തട്ടേക്കാട് ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് ഒക്കൽ, നമ്പള്ളി അടക്കമുള്ള മേഖലകൾക്ക് മുകളിലൂടെയാണ് വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് എത്താറുള്ളത്. സമാനമായ രീതിയിൽ ഇന്നലെ മറ്റൊരു വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒക്കൽ ഭാഗത്തുള്ള വീടിന് മുകളിലെ ഓടുകളടക്കം പറന്നുപോയി അത് താഴേക്ക് വീണ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒക്കൽ സ്വദേശിയായ MV ജോയ് എന്ന ആളുടെ വീടിൻ്റെ മുകളിലെ ഓടുകളാണ് വീണത്. ഏതാണ്ട് 150ഓളം ഓടുകൾ താഴേക്ക് വീണിട്ടുണ്ട്. 10,000 രൂപയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. MV ജോയിയുടെ പിതാവ് വർഗീസാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. വർഗീസ് വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട്, ഓടുകൾ വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി. അല്പസമയത്തിനകം തന്നെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. പക്ഷേ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും സമാനമായ സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ പലതവണ വിമാനത്താവളത്തിൻ്റെ അധികൃതരോട് പരാതി നൽകിയെങ്കിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇവരും നിലവിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഈ വിമാനം ഇറങ്ങുമ്പോൾ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ വിമാനത്തിൽ നിന്നുണ്ടാകുന്ന കാറ്റ്, ആ കാറ്റിലാണ് ഈ ഓടുകൾ താഴേക്ക് വീണ് പൊട്ടിയത് എന്നാണ് പറയുന്നത്. ഒരു ഓട് പോലും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു എന്നും വീട്ടുകാർ പറയുന്നുണ്ട്. ശരി അർജുന, കുടുംബത്തിന് 10,000 രൂപയുടെ നാശനഷ്ടമുണ്ട്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. വിമാനത്താവള അധികൃതർ പരാതി കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇതുവരെ ചെയ്തത്. ഇനിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ.